നാളെ എങ്ങനെയായിരിക്കും ദൗത്യം? ഈ രാത്രിയിൽ എങ്ങനെ അവിടെ ദൗത്യം പുരോഗമിക്കുന്നു? അർജുനിലേക്ക് എന്ന നിലയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ രതീഷ്. കാരണം പുഴയുടെ ഗതി തന്നെയാണ്, പുഴയുടെ ഒഴുക്ക് തന്നെയാണ് ആ വലിയൊരു പ്രവാഹമായി അത് തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിബന്ധം. ഇന്ന് പലയിടത്തായിട്ട്, പ്രധാനമായും 3 ഇടത്ത് ഇതിന്റെ ഇമേജുകൾ കിട്ടി, 3 ഇടത്ത് ഇതിന്റെ സിഗ്നലുകൾ ലഭിച്ചു. അത് ഒന്ന് ഒരു ക്യാബിനാണ്, മറ്റൊന്ന് ട്രക്കാണ്, മറ്റൊരു ലോഹഭാഗം കൂടി കണ്ടുകിട്ടി. ഇതിൽ ഈ ക്യാബിൻ മറ്റൊരു ട്രക്കിൻ്റെതാണ് എന്ന് ബോധ്യപ്പെട്ടു. അതേസമയം ഈ ബെൻസ് ലോറി, ബെൻസ് ട്രക്ക്, അത് ക്യാബിൻ വേർപെട്ടു പോകാൻ സാധ്യതയില്ല എന്ന് ബെൻസ് നിർമ്മാതാക്കൾ തന്നെ സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷമാണ് അതിന്റെ ക്യാബിൻ മറ്റൊരിടത്ത് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇത് ക്യാബിൻ അടക്കം തന്നെ പോയാണ് താഴ്ന്നു പോയത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തി. അതിനൊരു പ്രധാന കാരണം ക്യാബിൻ അത് എയർ ടൈറ്റ് ആണ്, അത് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതോടൊപ്പം അതിൽ തടി നിറച്ചിരുന്നു. ആ തടിയോട് കൂടിയാകുമ്പോൾ കൂടുതൽ ദൂരം ഒഴുകിപ്പോകാനുള്ള ഇടയുണ്ട്. ആ സാഹചര്യത്തിലാണ് കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെ വരെ ഇത് ഒഴുകിപ്പോയ ശേഷം ഈ അതിലെ മരത്തിന്റെ കെട്ട് പൊട്ടിച്ച് അത് ചിതറിപ്പോയി, ഒലിച്ചുപോയി. രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ കുറെ ദൂരെ നിന്ന്, ഒരു 8 കിലോമീറ്ററോളം അപ്പുറത്ത് നിന്ന് 4 തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതോടെയാണ് അവർക്ക് അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാകുന്നത്. കാരണം ഇത് മാറിപ്പോയിട്ടുണ്ട്, തെറിച്ചു പോയിട്ടുണ്ട് എന്ന ഒരു ഉറപ്പുണ്ടാവുന്നത്, ആ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ ഇപ്പോഴും ഏറെ ആഴത്തിലാണ് ഈ ട്രക്കുള്ളത്. അതിനടിയിലേക്ക് കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ നടത്തുക ഏറെക്കുറെ അസാധ്യമാണ് ഈ സാഹചര്യത്തിലും. അതിന് പ്രധാന കാരണം ഒഴുക്കും അടിയൊഴുക്കുമാണ്. 6 നോട്ടിൽ അധികമാണ് ഓരോ മഴയ്ക്ക് ശേഷവും. അത് 8-നും 10-നും ഇടയിലേക്ക് എത്തുന്ന വിധത്തിലുള്ള അതിശക്തമായ നോട്ട് എന്ന് പറയുന്ന ആ സൂചനയൊക്കെ, ആ അളവുകോൽ വെച്ചുകൊണ്ട്, ആ കണക്കുകൾ വെച്ചുകൊണ്ട് 2 നോട്ടിൽ കൂടുതലാണ് പ്രവാഹത്തിന്റെ വേഗമെങ്കിൽ അതിലേക്ക് മുങ്ങിത്തപ്പാൻ ഇറങ്ങുന്നത് ഒരു വിദഗ്ധന് സാധ്യമാകും. ഒരു പ്രാണൻ രക്ഷിക്കാനാണെങ്കിൽ 3 നോട്ടിലേക്കും ഇറങ്ങാം. അതിനു മീതെയുള്ള ഒരു പ്രവാഹത്തിലേക്ക്, ഒഴുക്കിലേക്ക് കൂപ്പുകുത്തുന്നത് ആത്മഹത്യാപരമാണ് എന്നൊരു നിലപാടാണ്. ഇതേപ്പറ്റി കൃത്യമായ ധാരണയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേവിയോട് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു നാളെ തന്നെ ഇത് മുങ്ങിത്തപ്പി അന്വേഷണം നടത്തുക എന്നത് നിർദ്ദേശിക്കാവുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒഴുക്ക് വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് ഈ അന്വേഷണം നാളെയും ഒരുപക്ഷെ തുടങ്ങാൻ സാധ്യത കുറവാണ്. ശരി, എന്താണ് ഇപ്പോഴത്തെ ഈ രാത്രിയിലെ സാഹചര്യമെന്ന് വളരെ കൃത്യമായി കെ മധു ആണ് അവിടെ നിന്ന് വിവരിച്ചത്.